എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കെവിയിലെ പുതിയ ഭാഷ പഠന രീതിയെക്കുറിച്ചൊക്കെ പല പേരൻസും കുറച്ച് ടെൻഷനാണ്, സ്ട്രെസ്സൊക്കെ ഉണ്ട്. പല ഗ്രൂപ്പുകളിലും ആ, കുട്ടികളുടെ ഗ്രൂപ്പിൽ ഞാൻ ആ ചർച്ച നടക്കുന്നത് കണ്ടു. ഇംഗ്ലീഷ് കുറഞ്ഞു പോകുമോ, ഹിന്ദി പഠിക്കില്ലേ, ഭാവിയിൽ കുട്ടിയുടെ പഠനത്തെ ഇത് ബാധിക്കുമോ, ഇങ്ങനെയൊക്കെയാണ് പല സംശയങ്ങൾ. ഒരു അച്ഛൻ എന്ന നിലയിലും വിദ്യാഭ്യാസ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുന്ന നിലയിലും ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ ഒരു വിലയിരുത്തൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വ്യക്തമാക്കാം. ഒന്നാമത്തെ കാര്യം, ചിന്താശേഷിയാണ് ഇവിടെ പ്രധാനം. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഒന്നിലോ രണ്ടിലോ പഠിക്കുന്നവരാണ്. പ്രായം വെറും 5, 6, 7 വയസ്സാണ്. ഈ പ്രായത്തിൽ അവർ ആദ്യം പഠിക്കേണ്ടത് ഇംഗ്ലീഷ് അല്ല, മറിച്ച് ചിന്തിക്കാനാണ്. ഒരു കുട്ടി ലോകത്തെ ആദ്യം മനസ്സിലാക്കുന്നത് അവന്റെ മാതൃഭാഷയിലൂടെയാണ്. വിശക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത് മലയാളത്തിലാണ്. കളിക്കുമ്പോൾ കൂട്ടുകാരോട് സംസാരിക്കുന്നതും വീട്ടിലെ അച്ഛനോടും അമ്മയോടും വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നതും ഒക്കെ മലയാളത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ മാത്സ്, മറ്റ് അടിസ്ഥാന ആശയങ്ങളും ആദ്യം അവർ മാതൃഭാഷയിൽ പഠിക്കുമ്പോൾ കുട്ടിക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും തലച്ചോറിലേക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയോട് നമ്മൾ 2 മാംഗോസ് പ്ലസ് 3 മാംഗോസ് ഈക്വൽ ടു 5 മാംഗോസ് എന്ന് പറഞ്ഞാൽ അവൻ ഒരേ സമയം 2 ജോലി ചെയ്യണം. അതായത് ആദ്യം അവൻ ഇംഗ്ലീഷ് എന്താണെന്ന് മനസ്സിലാക്കണം, അവർ പറഞ്ഞ് എന്താണെന്ന് നോക്കും, അത് കഴിഞ്ഞിട്ടേ അവൻ കണക്ക് കൂട്ടാൻ പറ്റും. എന്നാൽ അതേ കാര്യം 2 മാങ്ങയും 3 മാങ്ങയും ചേർന്നാൽ 5 മാങ്ങ എന്ന് പറഞ്ഞാൽ അവര് പെട്ടെന്ന് നേരിട്ട് ആശയം മനസ്സിലായി കഴിഞ്ഞു. ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ഒരു സയൻസ്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മദർ ടങ്ങിന് അല്ലെങ്കിൽ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷിനോ മാത്സിനോ പൂർണ്ണമായി ഒഴിവാക്കുന്നു എന്നൊരു അർത്ഥം വരുന്നില്ല. അവര് തുടർന്നും അത് പഠിക്കും. അതേ പക്ഷെ കുട്ടിയുടെ തലച്ചോറിന് താങ്ങാവുന്ന രീതിയിൽ ഘട്ടം ഘട്ടമായി ലെയർ ആയിട്ടാണ് അത് കൊണ്ടുവരുന്നത്. ആദ്യം ചിന്തിക്കാൻ പഠിക്കുന്നു, അതിനുശേഷം മറ്റു ഭാഷകൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഇതാണ് അതിന്റെ ഒരു ശരിയായ ക്രമം. പല അച്ഛനമ്മമാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇംഗ്ലീഷോ ഹിന്ദി എത്ര നേരം പഠിക്കുന്നു അത്രയും കുട്ടി ബുദ്ധിമാനാകുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ലോകമെമ്പാടും നടക്കുന്ന സ്റ്റഡീസ് തെളിയിക്കുന്നത് മറ്റൊന്നാണ്. സ്ട്രോങ് ഫസ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു സ്ട്രോങ് തിങ്കിങ്, ആൻഡ് സ്ട്രോങ് തിങ്കിങ് ഈക്വൽ ടു ബെറ്റർ ലേണിംഗ് ഓഫ് ഇംഗ്ലീഷ് ഓർ അതർ ലാംഗ്വേജസ്. അതായത് മാതൃഭാഷ നന്നായി അറിയാവുന്ന ഒരു കുട്ടിക്ക് പിന്നീട് ഏത് ഭാഷയും, ഇംഗ്ലീഷ് ഉൾപ്പെടെ ഹിന്ദി ഉൾപ്പെടെ ഏത് ഭാഷയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഭാഷയേക്കാൾ പ്രധാനം ആശയങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവാണ്. അപ്പൊ എനിക്ക് ഈ ഒരു പുതിയ നയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുട്ടികളുടെ മേലുള്ള അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കും എന്നുള്ളതാണ്. 5 വയസ്സുള്ള ഒരു കുട്ടി പുതിയൊരു സ്കൂളിന്റെ അന്തരീക്ഷം, പുതിയ ടീച്ചർമാര്, പുതിയ സുഹൃത്തുക്കള്, ഇവരൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു വരും. അതിന്റെ കൂടെ 3 ഭാഷകൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു ഭാരം തലയിൽ കെട്ടിവെച്ച് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവന് നന്നായി അറിയാവുന്ന ഭാഷയിൽ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ പഠിക്കാൻ അവന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ശരിയല്ലേ? നമ്മൾ മലയാളത്തെ ഒഴിവാക്കുകയോ പേടിക്കേണ്ടോ കാര്യമില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിനെ അമിതമായി ഒരു പ്രസക്തി കൊടുക്കേണ്ടതുമില്ല. ഹിന്ദിക്കും അതുപോലെ തന്നെ. കാരണം ഇതെല്ലാം നമുക്ക് വേണം. അതിനായി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, വീട്ടിൽ കുട്ടികളോട് മലയാളത്തിൽ നല്ല രീതിയിൽ സംസാരിക്കുക, കഥകൾ സംസാരിക്കുക. അതോടൊപ്പം ദിവസവും ഒരു 10 മിനിറ്റ് ലളിതമായ ഇംഗ്ലീഷിന്റെ പുസ്തകങ്ങൾ, ഹിന്ദിയിലെ പുസ്തകങ്ങൾ നമുക്ക് വായിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ഇംഗ്ലീഷും ഹിന്ദിയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലും ഉൾപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിക്ക് 2 ഭാഷകളിലും ശക്തമായ ഒരു അടിത്തറ തന്നെ ഉണ്ടാവും. ഹിന്ദിയുടെ അടിത്തറ അവർക്ക് അവരുടെ സ്കൂളുകളിൽ തന്നെ ആ എക്കോസിസ്റ്റം ഉണ്ട്. ഓക്കെ, 1ാം ക്ലാസ്സിലെ കുട്ടിക്കൊരു ഏറ്റവും പ്രധാനം ആ ഫ്ലുവൻസി അല്ല, ആ പഠിക്കാനുള്ള ഒരു ഇഷ്ടം തോന്നുക, ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, ആത്മവിശ്വാസത്തോടെ വളരുക എന്നതാണ്. കുട്ടിയുടെ ബുദ്ധി വളരേണ്ടത് ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല, ആശയങ്ങളുടെ വ്യക്തത കൊണ്ടാണ്. മാതൃഭാഷയിൽ ഉറച്ച അടിത്തറയുള്ള കുട്ടിക്ക് ലോകത്തിലെ ഏത് ഭാഷയും പിന്നീട് വളരെ നന്നായി എളുപ്പത്തിൽ പഠിക്കുവാനും പറയുവാനും അവന് സാധിക്കും. ഈ വിഷയത്തിലും മറ്റ് സബ്ജക്റ്റുകളൊക്കെ വരുമ്പോൾ കൂടുതൽ ചർച്ചകൾക്കും, അതുപോലെ കുട്ടികളുടെ പഠനം, ലൈഫിന്റെ സ്കിൽസ്, ലേണിംഗ്, പേരന്റിങ് എന്നിവയെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ചകൾക്ക് നമുക്ക് നമ്മുടെ ഒരു പേരൻസിന്റെ, കെവിയിലെ പേരൻസിന്റെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ബയോയിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തേക്കാം. അപ്പോൾ സാധിക്കുന്ന ആളുകൾ അതിനകത്തേക്ക് ജോയിൻ ചെയ്യുക. കൂടുതൽ ആക്റ്റീവായ പാർട്ടിസിപ്പേഷനോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം.